ചില വ്യക്തികൾ വളരെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് പറയുമ്പോൾ വളരെ നിസ്സാര കാര്യം മതി അവരെ പെട്ടെന്ന് ഇമോഷണൽ ആക്കാൻ വേണ്ടി. അതായത് ഒരു ചെറിയൊരു കാര്യത്തിന് അവർ വളരെ പെട്ടെന്ന് സങ്കടപ്പെടും. അവർ വിചാരിക്കാത്ത പോലെ കാര്യങ്ങൾ പോകുന്നെന്ന് അറിയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ സങ്കടപ്പെടും. അതുപോലെയാണ് അവർ ഒരു ചെറിയ ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് തന്നെ അവർ വല്ലാതെ ഭയപ്പെടും. ഭയം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയമാണ്, അവരെ കൊണ്ട് നിയന്ത്രിക്കാനാവാത്തതുപോലെയുള്ള ഭയം. അത് ചിലപ്പോൾ പാനിക് അറ്റാക്കുകളായി മാറാം. അതുപോലെ അവർക്ക് വല്ലാത്ത ഒരു റെസ്റ്റ്ലെസ്നെസ്സും അതുപോലെ വല്ലാത്തൊരു അജിറ്റേഷനൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇനി ദേഷ്യം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ അതിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ദേഷ്യമാണ്, കണ്ണ് കാണാത്തതുപോലെയുള്ള ദേഷ്യമാണ്. എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് ഓർമ്മയില്ല, പറയുന്നത് എന്താണെന്ന് ഓർമ്മയില്ല, വളരെ എക്സ്ട്രീമായി റിയാക്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനെ വളരെ നിസ്സാരമായ കാര്യത്തിന് എക്സ്ട്രീമായി റിയാക്ട് ചെയ്യുന്ന ഒത്തിരി വ്യക്തികളെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ വേണ്ടി പറ്റും. അത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പ്രവണതയുള്ളവർ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇവിടെയാണ് നമുക്കിതിനെപ്പറ്റി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. പലപ്പോഴും ഇത്തരം റിയാക്ഷൻസ് പ്രൊപ്പോർഷണൽ അല്ല. എന്താണ് പ്രൊപ്പോർഷണൽ അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? വളരെ നിസ്സാരമായിരിക്കാം കാര്യം, പക്ഷേ അതിനോട് വരുന്ന പ്രതികരണം വളരെ കൂടുതലായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു കുട്ടി നുണ പറഞ്ഞു, അതിനെന്താണ് പേരൻസ് കൊടുക്കുന്ന ശിക്ഷ? ചിലപ്പം അതിന് കണക്കായ ശിക്ഷയായിരിക്കും അല്ലേ, അല്ലാതെ അവരെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ വളരെ ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അതിന് വരുന്ന റിയാക്ഷൻ വളരെ വലുതായിരിക്കാം. ഇങ്ങനെ പ്രൊപ്പോർഷൻ അല്ലാത്ത റിയാക്ഷൻസ് വരുന്ന കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ്. പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ചില വ്യക്തികൾ ഹൈ സെൻസിറ്റീവ് പേഴ്സണാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി തന്നെ വല്ലാതെ ഒരു ചെറിയ കാര്യത്തെപ്പോലും റഡാർ പോലെ എടുത്ത് വല്ലാതെ സെൻസിറ്റീവ് ആകുന്നത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അതാണ് ഹൈ സെൻസിറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു കുഞ്ഞു കാര്യം പോലും അവരത് ഒപ്പിയെടുക്കും. അവർക്ക് അതിനെ ബേസ് ചെയ്ത് വല്ലാതെ ചിന്തിക്കും, അതിനെ ബേസ് ചെയ്ത് അവർ ഒരുപാട് റിയാക്ട് ചെയ്യും. ഇതാണ് ഹൈ സെൻസിറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് ചില പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട്. ഈ ഹൈ സെൻസിറ്റിവിറ്റിയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇമ്പൾസിവിറ്റിയാണ്. എന്താ ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ? ചിന്തിക്കാതെ പെട്ടെന്നുണ്ടാക്കുന്ന ചില പ്രതികരണങ്ങൾ. ചിന്തിക്കാതെ പെട്ടെന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താലും നമുക്കൊരു ചിന്തയുണ്ടാവും അല്ലേ, അത് വേണോ വേണ്ടയോ, ചെയ്യേണ്ടതാണോ. ഇപ്പോൾ നമ്മളൊരാളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ദേഷ്യപ്പെടാൻ പാടുണ്ടോ, ആരോടാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ദേഷ്യം തോന്നിയാൽ പോലും നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യും. നമ്മളൊന്നും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാവില്ലേ, അത് നമ്മളൊന്ന് ആലോചിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ആലോചനയും ഇല്ലാതെ ആരോടാണ്, എന്താണ് സാഹചര്യം, ഇതൊന്നും അറിയാതെ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇമ്പൾസിവിറ്റിയും ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് സംഭവിക്കാവുന്ന ഒരു പാത്തോളജിക്കൽ അല്ലെങ്കിൽ അവർ കറക്റ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതാണ് അവരുടെ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയും. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇമോഷൻസിനെല്ലാം ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. എന്താണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മളിപ്പം വളരെ നന്നായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു, വളരെ നന്നായിട്ട് ഇടപെടുന്നു. അപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി നമ്മളിൽ നിന്ന് ഒരു സ്റ്റെബിലിറ്റി പ്രതീക്ഷിക്കും അല്ലേ. വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഹാപ്പി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ഒരിക്കലും പെട്ടെന്നൊരു ചേഞ്ച് അവിടെ പ്രതീക്ഷിക്കുന്നില്ല, വലിയ കാര്യങ്ങളില്ലെങ്കിൽ. കാര്യം പറയുന്നത്, ആ വ്യക്തി വളരെ സന്തോഷമായിട്ടിരിക്കുന്ന വ്യക്തി വളരെ ക്വിക്കായി പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് മാറുന്നു, പെട്ടെന്ന് സങ്കടത്തിലേക്ക് മാറുന്നു, അതുപോലെ പെട്ടെന്ന് പേടിയാവുന്നു. ഇതാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഒരു കുഴപ്പമില്ലാതെ ഒരു സ്ട്രീമിൽ ഒരു ലൈനിൽ ഇങ്ങനെ പോകുന്ന ഒരു കാര്യം വളരെ ചെറിയൊരു കാര്യത്തിന് മേലിൽ വല്ലാതെ വേവർ ചെയ്യുകയാണെങ്കിൽ, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി പോയി അല്ലേ. അങ്ങനെ ഒരു വ്യക്തി അവരുടെ സമാധാനപരമായി ജീവിക്കേണ്ട, വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ,
ഇതൊക്കെ നമ്മുടെ ഈ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നതാണ്. എല്ലാ വ്യക്തികളും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റെബിലിറ്റി, അല്ലേ? നമ്മളിപ്പോൾ ഒരു വ്യക്തി സത്യസന്ധനാണെങ്കിൽ ആ സത്യസന്ധത നമ്മുടെ സുഹൃത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും, എപ്പോഴും പ്രതീക്ഷിക്കും, വല്ലപ്പോഴും അല്ലല്ലോ. അതുപോലെ തന്നെ ആൾ വളരെ ഹാപ്പി ആണെങ്കിൽ, കാമാണെങ്കിൽ ആ നല്ല കാര്യങ്ങളെല്ലാം ആ വ്യക്തിയിൽ നമ്മൾ എപ്പോഴും അത് പ്രതീക്ഷിക്കും. പക്ഷേ വളരെ പെട്ടെന്ന് തീവ്രമായ ഒരു മാറ്റം ആ വ്യക്തിയിൽ നിന്ന് നമ്മളത് കാണുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിരിക്കും. ഇങ്ങനെ അപ്രതീക്ഷിതമായ സങ്കടവും ദേഷ്യവും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു വ്യക്തിയെ വളരെ പെട്ടെന്ന് വളരെ നിസ്സാരമായ കാര്യത്തിന് ഇമോഷണലാക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗം ആയിരിക്കാം ഒട്ടുമിക്കവാറും. എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ചിന്തയിൽ, ഫീലിങ്സിൽ, പെരുമാറ്റത്തിൽ ഒക്കെ ഒരു ഹാബിറ്റ് ഫോം ആയിട്ടുണ്ടാവും. ഈ ഹാബിറ്റിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ ഹാബിറ്റ് അവരുടെ പേഴ്സണാലിറ്റിയിൽ ഫോം ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ബ്രെയിൻ, ഹാബിറ്റ്, പേഴ്സണാലിറ്റി അതിനെയൊക്കെ ഒന്നുകൂടെ റീവയർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ റീസ്ട്രക്ചറിങ് പേഴ്സണാലിറ്റിയിൽ, തോട്ട്സിൽ, ഫീലിങ്സിൽ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് ശരിക്കും ഒരു നല്ലൊരു മാറ്റം വരും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കുഞ്ഞുനാളിലൊക്കെ പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും, ചൈൽഡ്ഹുഡിലൊക്കെ പലതരത്തിലുള്ള ഇൻസിഡൻസ്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ കുഞ്ഞുനാളിലൊക്കെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും വ്യക്തിയുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്നും ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ സംഭവിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് നല്ല തെറാപ്പികളുണ്ട്. അവർക്ക് ഹീലിംഗ് ഉണ്ടാക്കുന്ന തെറാപ്പികളുണ്ട്. അത്തരം തെറാപ്പികൾ വഴി ഇത് ശരിക്കും മാറ്റിയെടുക്കാൻ പറ്റും. ഇതും നമ്മളെ പെട്ടെന്ന് ഇമോഷണൽ ആക്കുന്നതിന് കാരണമായിട്ട് മാറുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റലൈസേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സിനെ പറ്റി, നമ്മുടെ ബിഹേവിയറിനെ പറ്റി, നമ്മുടെ ഫീലിങ്സിനെ പറ്റി നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ, അവെയർ ആവാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. മെൻ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു തെറപ്പി തന്നെയുണ്ട്. ഇതിനെ നമുക്കൊരു സ്കില്ലായിട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് ഒരു ഗുണം? നമുക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവാനുള്ള സാഹചര്യങ്ങളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് തന്നെ മൈൻഡ്ഫുള്ളായി റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ കിട്ടും. അതായത് നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനും റിയാക്ഷനും ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടി പറ്റും. ആ ഗ്യാപ്പിൽ നമുക്ക് റിയാക്ഷനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. ആ റിയാക്ഷനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് മെൻ്റലൈസേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം. ഏതായാലും നമുക്ക് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന, വളരെ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്കൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്ന അത്തരം പ്രവണതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് വ്യക്തികൾ ഇത്തരം ഇഷ്യൂസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ, ചിലപ്പോൾ നമ്മുടെ ക്ലയൻസിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് അവരെ സഹായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്.